ഹലോ ഇറ്റ്സ് മീ സാല ഷഹി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡയമണ്ട് ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ചായ കുടിച്ചു. പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആണ്. ഡീപ്പ് ക്ലീനിങ് ആണ്. വാക്വം ക്ലീനർ എടുത്തിട്ട് റൂമൊക്കെ ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പോൾ സോഫ ഒക്കെ പുറത്തേക്ക് എടുത്തു. അടിയിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വാക്വം ക്ലീനർ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. താഴെയൊക്കെ ക്ലീൻ ചെയ്യാനും മാറ്റ്, പിന്നെ അതുപോലെ ചെറിയ ഇങ്ങനെ ഇടയിലൊക്കെ ഉള്ള പൊടികളൊക്കെ എടുക്കാൻ വാക്വം ക്ലീനർ ആകുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ പറ്റും. അതായത് ഈ ലൈറ്റിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ആകുമ്പോൾ ഈ ഫാൻസി ലൈറ്റൊക്കെ വരില്ലേ, അതിൻ്റെ ഡിസൈനൊക്കെ അതിന് വരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ഈ ഒരു വാക്വം ക്ലീനറോട് പറ്റും. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതൽ ഈ വാക്വം ക്ലീനർ യൂസ് ചെയ്യുക. അല്ലാണ്ട് നോർമൽ ക്ലീനിങ് ചൂലോടെ മറ്റേ ബ്രഷോടൊക്കെ കഴിഞ്ഞ ഡയമണ്ട് ലൈഫ് കണ്ടവർക്ക് മനസ്സിലാവും, അത് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്പ്രേ ആ ജനലിൻ്റെ മേലെ വെച്ചിട്ടുള്ളത് അത് ഉപ്പ് ഉണ്ടാക്കിയതാണ്. അതായത് ഉറുമ്പൊക്കെ കയറാതിരിക്കാൻ, പ്രാണികളോ ഈ അളുമ്പ് പോലത്തെ സംഭവങ്ങൾ, ആ ഒരു സംഭവമില്ലേ, അതൊക്കെ വരാതിരിക്കാൻ ആ സ്പ്രേ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അള്ളാ ചെയ്യാം. അത് ജനലിന് ചെയ്യുന്നത് കൊതുകൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെയാണ് ഒരു വാക്വം ക്ലീനറോട് ക്ലീൻ ചെയ്യുന്നത്. അവർ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചതാണ്. സുറുക്കയും പിന്നെ ഷാമ്പൂ മിക്സാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ്, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ഈ ഒരു ലൈറ്റിൻ്റെ അകത്ത് ഈ ഇടയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ നല്ലതാണ് ഈ വാക്വം ക്ലീനറിൽ. പെട്ടെന്ന് അതിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതെൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആണ് ഇന്ന്. അപ്പോൾ അതേപോലെ മുമ്പ് പഴയ കുറേ 2 വർഷം മുന്നേയുള്ള ആ ഒരു ഫോട്ടോയൊക്കെ സൈഡിലുള്ള ആ ഫോട്ടോയൊക്കെ ഇത് ഗൾഫിൽ നിന്ന് അവിടുന്ന് ഒരിക്കൽ ഷോപ്പിൽ നിന്ന് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പറെല്ലാം ഇളകിയിട്ട് അതൊക്കെ പറിച്ച് കളഞ്ഞു. നന്ന മോശമായിട്ടുണ്ടായിന്. അങ്ങനെ അതിന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളും ഇളക്കി കളഞ്ഞു. ഫ്ലവറൊക്കെ പുതിയ പോലെ തന്നെയുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ പഴയതായിട്ട് തന്നതാവും, അവർക്ക് പെട്ടെന്ന് മോശമായിട്ടുണ്ടാവുക. അങ്ങനെ അത് പെയിൻ്റ് അടിച്ചൊക്കെ സെറ്റാക്കി എടുക്കുകയാണ്. നല്ല പുതിയ പോലെ തന്നെ ഉണ്ട്, നല്ല മൊഞ്ചായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ പറയില്ലല്ലോ ആദ്യം അങ്ങനെയാണ് ഉണ്ടായെന്ന്. അതേപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് എൻ്റെ സ്കൂളിലെ NSS വോളണ്ടിയറിൻ്റെ ബേഡ്ജും സ്കൂളിലെ ID കാർഡൊക്കെ. പിന്നെ ഇതെൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സാണ്. അതൊക്കെ ഇതിലാണ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് അതാർക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നോക്കിയിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ ഡ്രസ്സ് ഷെൽഫൊക്കെ മോൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ. അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാനുണ്ട്. ഡയപ്പറൊക്കെ ഇങ്ങനെ കുറച്ച് വേറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. പാക്കറ്റോടെ അങ്ങനെ വെക്കുന്നതെന്ന് എന്തോ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതന്ന് വാങ്ങിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച തൊട്ടില്ല, മുന്നാലാണ് അത്. പിന്നെ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നതൊക്കെ കൊട്ടയിലാണ് വെക്കൽ. അല്ലാത്ത ഡ്രസ്സൊക്കെയാണ്, അതായത് ബ്ലാങ്കറ്റ് ഷീറ്റൊക്കെയാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത്. പിന്നെ ഷർട്ട് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഈ ജംപ് സ്യൂട്ട് അങ്ങനെയെല്ലാം ഹാങ്ങറിൽ തന്നെ വെക്കും. അതാവുമ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ, അങ്ങനെ വെക്കാറുണ്ട്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ടാൻ റിമൂവ് ആകാനുള്ള ഒരു നല്ലൊരു ഫേസ് മാസ്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇത് ക്യാരറ്റ് വേണമെന്നില്ല, അത് മോനിക്ക് ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കിയാലോ കുറച്ചവിടെ വെച്ചതാണ്, കുറച്ചധികം ഉണ്ടാക്കിയിട്ട്. മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമഞ്ഞൾപ്പൊടി, അത് ഞാൻ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിമ്പിൾസൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഞാനിപ്പോൾ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് അതുകൂടെ ഒന്നിച്ച് ചെയ്തു. ക്യാരറ്റും നല്ലതാണ്. പിന്നെ ടാൻ റിമൂവ് ആവാൻ ഏറ്റവും ബെറ്റർ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതായത് നോർമലി വെളുക്കാനല്ല, ടാൻ റിമൂവ് ആയിട്ട് നമ്മൾ കളറ് ഒന്ന് ഒരു 2-3 ഷെയ്ഡ് ചേഞ്ചസ് വരും. അപ്പോൾ ഉറപ്പായിട്ട് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കയ്യിൽ
ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് ഒറ്റ യൂസിലൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല. ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇതിൻ്റെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റുമോയെന്നറിയില്ല വീഡിയോയിലാവുമ്പോൾ. ഡയറക്റ്റ് കാണുമ്പോൾ അത് മനസ്സിലാവും. ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ കേക്ക് വാങ്ങിച്ചു. ഉമ്മ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഉമ്മക്ക് ബർത്ത്ഡേ എന്നുള്ളത് ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പോൾ ഉമ്മ കോൾ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉമ്മ കേക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഗിഫ്റ്റ് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ വരാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. ഉപ്പ ഷോപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. ഇപ്പോഴും ഉമ്മ അറിയില്ല കേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ എത്തിയതാണ്. ഉമ്മ കോൾ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ആ ഒരു ടൈമിൽ ഉമ്മ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉമ്മാക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഉമ്മക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ പറ്റുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ സർപ്രൈസ് കൊടുക്കുക. പറ്റുന്ന രീതിയിൽ കൊടുത്ത് അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അങ്ങനെ കേക്ക് മുറിക്കാനത് ഉപ്പ ഗോൾഡ് ഒരു പാസരം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.